ഇ.പി. ജയരാജനെയും മന്ത്രി സജി ചെറിയാനെയും രൂക്ഷമായി വിമർശിച്ച് സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി.യെ മാറ്റിയത് തന്നെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പദവിയിൽ നിന്ന് നീക്കിയതിലുള്ള പ്രതിഷേധമാണ് ഇ.പി. കാണിച്ചതെന്നും സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പോലും ജയരാജൻ പങ്കെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സജി ചെറിയാൻ പ്രസംഗങ്ങളിലൂടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും ശ്രദ്ധിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. സർക്കാരിന്റെ പ്രവർത്തനം തൃപ്തികരമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത പാർട്ടി അംഗങ്ങളും നേതാക്കളുമുണ്ടെന്നും വലിയ തുക ലോൺ എടുക്കുന്നവർ ഉപരി കമ്മിറ്റിയുടെ അനുമതി വാങ്ങണമെന്നുമാണ് പാർട്ടി നിർദ്ദേശം. വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. പ്രവർത്തന റിപ്പോർട്ടിൽ പേരെടുത്തുള്ള വിമർശനം സജി ചെറിയാനും ഇ.പി. ജയരാജനും മാത്രമാണോ? എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത്തവണ? സുജയ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയാണ് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്ന നേതാവായ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെതിരെയുള്ള വിമർശനം. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായ ഒരാൾ ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും പങ്കെടുക്കാൻ എത്താത്തത് ഗുരുതരമായ പ്രശ്നമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ പാർട്ടി ഇടപെട്ട് മാറ്റിയതാണ്. അതിലുള്ള പ്രതിഷേധമാണ് ഇ.പി. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നതാണ് വിമർശനത്തിൽ പറയുന്നത്. ഏറ്റവും അവസാനം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് അതേ ആൾ തന്നെ സജീവമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കണ്ടുവെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സജി ചെറിയാൻ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഓരോരുത്തരും വിലയിരുത്തിയപ്പോഴാണ് സജി ചെറിയാനെതിരെ വിമർശനം വന്നത്. പ്രസംഗിക്കുമ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും സജി ചെറിയാൻ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം. നമുക്കറിയാം, സജി ചെറിയാൻ്റെ ആദ്യ ടൈമിലെ മന്ത്രിസ്ഥാനം പോയത് ഭരണഘടനയ്ക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിലാണ്. ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിച്ചതിൻ്റെ പേരിലാണ് മന്ത്രിസ്ഥാനം പോയത്. അതിനുശേഷവും CBL വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ചില പ്രസംഗത്തിൽ ചില പാകപ്പിഴകൾ വന്നിരുന്നു. അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സജി ചെറിയാനുള്ള വിമർശനം. സംഘടന സംബന്ധിച്ച് വരുമ്പോൾ പാർട്ടിയിൽ മോശം പ്രവണതകൾ പല പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും താഴെത്തട്ടിൽ ഉണ്ടാകുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം പാർട്ടി കേഡർമാരിൽ നിന്ന് ഉണ്ടാകുന്നു. അത് തിരുത്തിയില്ലെങ്കിൽ അപകടമാണ് എന്ന ഭാഗം സംഘടനാ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം സംഘടന ദൗർബല്യമുണ്ട് എന്ന കാര്യവും MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ആ ദൗർബല്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ മൂന്നാം ടേമിലേക്ക് കടക്കുക എന്നത് ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമാകില്ല, വ്യക്തമാണ്. റഹീസ് റഷീദ്, ഇടതുപക്ഷ സർക്കാരിന് തുടർഭരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വികസന കാഴ്ചപ്പാട് നിർദ്ദേശിക്കുന്ന നവകേരള രേഖയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഈ രേഖ അവതരിപ്പിക്കും. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. നവകേരള രേഖ എന്ന് പറയുമ്പോൾ തുടർഭരണത്തിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ് കൂടി അതിൽ അടങ്ങിയിരിക്കുമെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, സംശയമില്ല. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം വട്ടം അധികാരത്തിലെത്തുക, അതിനുവേണ്ടി വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള നയം മാറ്റം, അതാണ് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന നയരേഖ. നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്ന്, ചരിത്രത്തിലില്ലാത്ത വിധം ഒരു തിരിച്ചുവരവ് തുടർഭരണം LDFന് ലഭിച്ചു. ഇനി മൂന്നാം വട്ടവും അധികാരത്തിലെത്താനുള്ള വലിയ പദ്ധതികൾ, അതിന്റെ ഭാഗം തന്നെയാണ് പല കാര്യങ്ങളും. ഏറ്റവും പ്രധാനമായി നേരത്തെ കണിശമായി നിലപാടിൽ ഉറച്ചു നിന്ന പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിലടക്കം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരാമർശിക്കുന്ന നയരേഖ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. അതിന് പിന്നാലെ പിരിയും. ഇന്ന് ഗ്രൂപ്പ് ചർച്ചകൾക്കായി യോഗം തൽക്കാലത്തേക്ക് ചായക്ക് പിരിയുകയും പിന്നീട് ചേർന്ന് സംഘടനാ പ്രവർത്തന റിപ്പോർട്ടുകൾ ഗ്രൂപ്പ് ചർച്ച ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് CPM സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ നയരേഖയിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സുജയ, വിവരങ്ങൾ നൽകുകയായിരുന്നു റോഷിപാൽ. നവകേരള രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് വരാം. എന്തൊക്കെയാണ് നവകേരളത്തിനായി മുഖ്യമന്ത്രി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലുള്ളതെന്ന് അറിയാൻ നമുക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം.